ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ, സന്തോഷത്തോടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ സ്വർഗമൊരുക്കുന്ന സന്തോഷ സമയത്തിനായി ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ദൈവദിന കേൾവിക്ക് വേണ്ടി മനസ്സ് വയ്ക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുപാദപീഠത്തിലിരിക്കുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം നമ്മുടെ മനസ്സിൻ്റെ ഉറപ്പിനും ക്രിസ്തീയ ജീവിതത്തിൻ്റെ ധന്യതയ്ക്കും വീഴാതെ വണ്ണം മുന്നോട്ട് പോകേണ്ടതിന് പാതയ്ക്ക് പ്രകാശം പോലെ പ്രകാശിപ്പിച്ചു തരുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ദൈവിക വചനത്തിൻ്റെ ആ സ്നേഹപ്രകാശനത്തിനായി ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇന്ന് വളരെ വളരെ പരിചിതമായിരിക്കുന്നൊരു വേദഭാഗം ഒരിക്കൽ കൂടി പങ്കുവയ്ക്കാൻ അമിതമായ ആത്മപ്രേരണ എൻ്റെ അകത്ത് വ്യാപരിക്കുന്നത് കൊണ്ട് ദൈവമക്കൾക്ക് വേണ്ടി ഈ പരിചിത വാക്യം ഒരിക്കൽ കൂടി വായിച്ച് അതിനകത്തെ ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. പ്രതീക്ഷയോടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി മർക്കോസിൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം അതിൻ്റെ 48-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 48-ാം വാക്യം. കാറ്റ് പ്രതികൂലം ആകൊണ്ട് അവർ തണ്ടു വലിച്ച് വലയുന്നത് അവൻ കണ്ടു. ഏകദേശം രാത്രി 4-ാം യാമത്തിൽ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ ചെന്ന് അവരെ കടന്നു പോകുവാൻ ഭാവിച്ചു. ഈ സംഭവം നമുക്ക് വളരെ പരിചിതമാണ്. കർത്താവും തൻ്റെ ശിഷ്യന്മാരും അനവധി പ്രാവശ്യം കടൽ യാത്ര ചെയ്തിട്ടുണ്ട്. അന്നത്തെ യാത്രയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏകവുമായ മാർഗം ഈ പടക് കയറി അക്കരയ്ക്കും ഇക്കരയ്ക്കും പോകുക എന്നുള്ളതായിരുന്നു. ഗലീല നാട്ടിൽ അതല്ലാതെ മറ്റൊരു മാർഗം യാത്രയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുമില്ല. എന്നും യാത്രകൾ മാത്രമായിരുന്ന കർത്താവും തൻ്റെ അരിമശിഷ്യന്മാർക്കും അനവധി പ്രാവശ്യം ഈ മാധ്യമം ഉപയോഗിച്ച് യാത്രയ്ക്ക് വിധേയപ്പെടേണ്ടി വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ കടലിൽ വെച്ച് പല അത്ഭുതങ്ങൾ പലവട്ടം തൻ്റെ ശിഷ്യന്മാർക്ക് മുമ്പിൽ കർത്താവിന് കാഴ്ചവെക്കേണ്ടി വന്നിട്ടുണ്ട്. എന്താണെങ്കിലും കർത്താവ് കരയിലാണെങ്കിലും കടലിലാണെങ്കിലും മലയിലാണെങ്കിലും സമഭൂമിയിലാണെങ്കിലും എവിടാണെങ്കിലും അവിടെ എല്ലാം കർത്താവുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഒരിക്കൽ കർത്താവായ യേശുക്രിസ്തു തൻ്റെ അരിമ ശിഷ്യന്മാരെ ധൃതി പിടിച്ച് നിർബന്ധിച്ച് അക്കരയ്ക്ക് പോകാൻ വേണ്ടി പടകേറ്റി വിടുന്ന സംഭവം നമുക്ക് ഈ സുവിശേഷ ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നു. എന്നിട്ട് കർത്താവ് അക്കരയ്ക്ക് അവരുടെ കൂടെ പോകാതെ ഇക്കരെ മലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സംഭവം വേദപുസ്തകത്തിനകത്ത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. അക്കരയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ച് അവരെ പടകേറ്റി വിട്ടു. ഒത്തിരി സമയമൊന്നും എടുക്കേണ്ടി വരത്തില്ല അക്കരയ്ക്ക് പോകാൻ എന്നതാണ് അവിടുത്തെ ദൂരവും ദൈർഘ്യമൊക്കെ വെച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഇവരെല്ലാവരും കടലുമായിട്ട് ഈ തടാകവുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ളത് കൊണ്ട് പടക് തുഴഞ്ഞ് അക്കരെ എത്തുക എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പുതുമയുള്ള കാര്യമല്ല. പക്ഷെ അന്നത്തെ ദിവസം സംഭവിച്ചത് നിങ്ങൾക്കറിയാലോ. 3 യാമങ്ങൾ, രാത്രിക്ക് 4 യാമങ്ങളാണുള്ളത്. സന്ധ്യായാമത്തിലാണ് അവർ അക്കരയ്ക്ക് പോകാൻ നിർബന്ധിക്കുന്നത്. 6 മണിക്കാണ് സന്ധ്യായാമം വൈകുന്നേരം ആരംഭിക്കുന്നത്. ആ സമയം മുതൽ അവർ തുഴഞ്ഞ് അക്കരയ്ക്ക് പോകാൻ നോക്കിയിട്ടും ഇരുട്ടിനകത്ത് തുഴഞ്ഞിട്ടും തീരുന്നില്ല, അക്കരെ എത്തുന്നില്ല. ഇതൊരു ജീവിത യാഥാർത്ഥ്യം പോലെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്ന് ഇത് കേൾക്കുമ്പോൾ എത്ര തുഴഞ്ഞിട്ടും മറുകര കയറാത്ത പടക് പോലെ, എത്ര ശ്രമിച്ചിട്ടും ഒരു കര പറ്റാത്ത ആരെങ്കിലും ഇന്ന് ഇത് കേൾക്കുന്നവരുണ്ടോ? ഉണ്ടാകും. അല്ലെങ്കിൽ ഈ ഭാഗമൊക്കെ മനഃപ്പാടമാണ് നമുക്ക്. പക്ഷെ ഞാൻ മറ്റൊരു വാക്യത്തിലേക്ക് നോക്കിയിട്ട് കർത്താവിനെ വിലക്കുന്നത് പോലെ എനിക്ക് തോന്നുകയും ഈ ഭാഗം തന്നെ പറയാൻ ഏതോ പരമാർത്ഥ ഹൃദയമുള്ളവർക്ക്, ഏതോ തണ്ടു വലിച്ച് കുഴയുന്നവർക്ക്, തുഴഞ്ഞിട്ടും അക്കരെ എത്താത്ത ആർക്കോ ദൈവത്തിൻ്റെ മഹാകരുണ കിട്ടുന്നൊരു സന്ദേശമായി ഈ ദിവസത്തെ ഈ സന്ദേശത്തെ ദൈവമായ കർത്താവ് ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് 100 വട്ടം കേട്ടിട്ടുള്ളവർ ഒന്നോടെ ക്ഷമിക്കുക. അതല്ല, ഇന്നത്തെ സാഹചര്യത്തിൽ ഒത്തിരി ശ്രമിച്ചിട്ടും അഥവാ
ഒരുപാട് പ്രാവശ്യം ടെസ്റ്റുകളും പരീക്ഷയൊക്കെ എഴുതിയിട്ടും നേരം പുലരാൻ തുടങ്ങുന്നു. ഇനി ഒന്നോടെ എഴുതാനുള്ള നേരമില്ല, ഇനി ഒന്നോടെ ശ്രമിക്കാനുള്ള ആസ്തിയില്ല, ഇനി ഒരു വട്ടം കൂടി മുടക്കാനുള്ള പണമില്ല. അതുപോലെ തുഴഞ്ഞ് തളർന്നിട്ടും എങ്ങുമെത്താത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ദൈവം പറയുന്ന വാക്കാണ്, കർത്താവ് നിങ്ങളെ കൈവിടത്തില്ല. ദൈവം നിങ്ങളെ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കത്തില്ല. ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, ഒത്തിരി കരഞ്ഞു, ഒത്തിരി ശ്രമിച്ചു, ഒത്തിരി പണം മുടക്കി, ഒത്തിരി ചികിത്സിച്ചു, ഒത്തിരി അധ്വാനിച്ചു. ഇതൊക്കെ ചെയ്തിട്ടും എങ്ങുമെത്താതെ ഈ തുഴഞ്ഞത് മുഴുവൻ എങ്ങോട്ടായിരുന്നു എന്ന് പോലും ആളുകൾ വിമർശിച്ച് ചോദിക്കത്തക്ക രീതിയിൽ നമുക്കറിയില്ല. നമ്മൾ അധ്വാനിച്ചതാണ്, പക്ഷെ നമ്മളെങ്ങും എത്തിയില്ല. നമ്മൾ ഒത്തിരി പഠിച്ചതാണ്, പക്ഷെ നമ്മളെങ്ങും എത്തിയില്ല. നമ്മൾ വീട് വിട്ട് നാളുകളായി ദൂരദേശത്ത് പോയി ഒരുപാട് പരിശ്രമിച്ചതാണ്, പക്ഷേ മറ്റു പലരും എന്നേ എത്തി പല സ്ഥലത്ത്, നമ്മളെങ്ങും എത്തിയില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്രമായിരിക്കാം. 99നെയും വിട്ടിട്ട് ഒരെണ്ണത്തിന് വേണ്ടി മാത്രം തേടിയിറങ്ങിയ കർത്താവ് ഇന്നത് കേൾക്കുന്ന ആയിരക്കണക്കിന് ആളുകളിൽ ചിലപ്പോൾ എല്ലാവർക്കും ഇത് അനിവാര്യമായിരിക്കുകയില്ല. പക്ഷെ ആരോ ഒരാൾ, ആ ഒരാൾക്ക് വേണ്ടി ദൈവമായ കർത്താവ് പറയുന്ന വാക്കുകളായിട്ട് നിങ്ങൾ ഏറ്റെടുക്കുക. അടുത്ത വാക്കുകൾ ഞാൻ പറയുന്നു, പരിശുദ്ധാത്മ പ്രേരിതനായി. 3 യാമങ്ങൾ കഴിഞ്ഞു. 4-ാം യാമം കഴിഞ്ഞാൽ പിന്നെ യാമമില്ല. 4-ാം യാമം കഴിഞ്ഞാൽ നേരം പുലർന്നു. നേരം പുലരുമ്പോഴേക്കും ആളുകളെ തിരിച്ചറിയാൻ കഴിയും, ഇല്ലേ? ഇപ്പോൾ രാത്രി യേശുക്രിസ്തു അടുത്ത് വന്നിട്ട് പോലും 4-ാം യാമത്തിൽ അവർക്ക് ആളെ പിടി കിട്ടിയില്ല. ഭൂതമാണെന്ന് ധരിച്ചു. എപ്പോഴും കാണുന്ന 3.5 കൊല്ലമായിട്ട് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ആളെ ഈ 4-ാം യാമത്തിൽ കണ്ടിട്ട് തിരിച്ചറിയാൻ പറ്റിയില്ല. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ആളെ തിരിച്ചറിയാം. അപ്പോൾ ഈ കടലിൽ അനേക പടകുകൾ വരുമെന്നാണ് വേദവ്യാഖ്യാതാക്കളുടെ അഭിപ്രായം. ഈ വരുന്ന പടകുകാർക്കെല്ലാവർക്കും ഇവരെ അറിയാം. ഈ പടക് തുഴയുന്ന 12 പേരെ അറിയാം. അവർ ഈ കടലിൽ കിടന്ന് കളിച്ചു വളർന്നവരല്ലേ. അപ്പോൾ ഇവരെ അറിയാം. നേരം വെളുത്തു, ആളെ തിരിച്ചറിയുന്ന ഒരു സമയത്തേക്ക് എത്തിയാൽ ഈ വരുന്ന പടകുകാരെല്ലാം ഇവർ കിടന്ന് കുഴയുന്നത് കണ്ടാൽ, ഇവർ വലയുന്നത് കണ്ടാൽ, ഇവരിങ്ങനെ കിടന്ന് തണ്ട് വലിച്ച് വേർക്കുന്നത് കണ്ടാൽ ഒരു സാധ്യതയുണ്ട്. ഞാനത് പറയാം. ആ കാണുന്ന പടകുകാരെല്ലാവരും പറയും, അയ്യോ പണ്ട് എന്ത് ഡീസൻ്റായിട്ട് ജീവിച്ച് തുഴഞ്ഞ് അക്കരെ ഇക്കരെ പോയിക്കൊണ്ടിരുന്നവരാ. ഇപ്പോൾ ഒരു പുതിയ മാർഗത്തിൽ കൂടി പടകൊക്കെ മാറ്റി ഇപ്പോൾ പ്രാർത്ഥനയും പ്രസംഗവും മാത്രമായിട്ട് തുടങ്ങിയതിന് ശേഷം കിടന്ന് വലയുന്ന കണ്ടോ, കിടന്ന് ഇഴയുന്ന കണ്ടോ? എങ്ങും എത്തിയില്ല. കാരണം ഇവർക്ക് മാത്രമാണല്ലോ, കടലിൻ്റെ പ്രശ്നമല്ല, ഇവർക്ക് മാത്രമാണല്ലോ അവിടെ തുഴഞ്ഞിട്ട് എത്താൻ പറ്റാതിരിക്കുന്നത്. ബാക്കി പടകുകാർക്ക് ആ പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നേരം വെളുത്ത് ആളുകളെ തിരിച്ചറിയാൻ തുടങ്ങിയാൽ ആളുകൾ വിമർശിക്കും, കളിയാക്കും. 12 പേരുണ്ടായിട്ടും എങ്ങും എത്തിയില്ലേ, 12 പേരുണ്ടായിട്ടും ഒന്നും നടന്നില്ലേ എന്ന് ചോദിക്കാൻ സാധ്യതയില്ലേ? ആ സാധ്യത തെളിഞ്ഞു വരിക. നേരം വെളുത്താൽ പരാജിതരെ തിരിച്ചറിയും, തുഴഞ്ഞ് തളർന്നവരെ തിരിച്ചറിയും, വലഞ്ഞവരെ തിരിച്ചറിയും, കുഴഞ്ഞവരെ തിരിച്ചറിയും, ഒത്തിരി തുഴഞ്ഞിട്ടും എങ്ങുമെത്താത്തവരെ തിരിച്ചറിയും. ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടി വരും. ഒത്തിരി പേര് വിമർശിക്കും, ചില ആളുകൾ കളിയാക്കും, ചിലർ മുൻവിധിയോടെ പറയും, ചിലർ യേശുവിനെ പോലും കുറ്റം പറയും. അതിനൊക്കെ മുമ്പ്, ആളെ തിരിച്ചറിയുന്ന പാകമാകുന്നതിനേക്കാൾ മുമ്പ് 4-ാം യാമത്തിൽ കർത്താവ് വന്ന് കാര്യം പരിഹരിച്ചു. 3 യാമത്തിൽ നടക്കാത്തത് 4-ാം യാമത്തിൽ നടന്നു. പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ നിങ്ങളെ ധൈര്യപ്പെടുത്തി അവസാനിപ്പിക്കാം. നീ ഒരു പരാജയമാണെന്ന് ഇപ്പം അധികം പേർക്ക് പിടികിട്ടിയിട്ടില്ല. ഈ 12 പേര് തമ്മിൽ പറയും, എന്താ നമുക്ക് പറ്റിയതെന്ന്, ഇതെന്താ ഇങ്ങനെ, നമ്മൾ തുഴഞ്ഞിട്ടൊന്നും എത്താത്ത എന്താ, ഇതെന്തോരം നേരമായി, നമ്മൾ ഇനി അക്കരെ എത്തൂലായിരിക്കുമോ
എന്നൊക്കെ ഈ പടകിനകത്തിരിക്കുന്ന 12 പേരെ തമ്മിൽ പറഞ്ഞോളൂ. അടുത്ത പടകുകാരും മറ്റുള്ളവരും മുൻ പരിചയക്കാരും ഈ കാര്യത്തെക്കുറിച്ച് തലയിടുന്നതിനേക്കാൾ മുമ്പ്, വിമർശിക്കുന്നതിനേക്കാൾ മുമ്പ്, അഭിപ്രായം പറയുന്നതിനേക്കാൾ മുമ്പ്, അവർ ഇതിനെ വേറൊരു രീതിയിൽ ചിത്രീകരിക്കുന്നതിനേക്കാൾ മുമ്പ് അരിമനാഥൻ ഈ കാര്യം പരിഹരിച്ചില്ലേ? ഈ വേദപുസ്തകത്തിനകത്ത് എഴുതിയത് കൊണ്ട്, നമുക്ക് വേണ്ടി എഴുതിയത് കൊണ്ട് നമ്മൾ അറിഞ്ഞു. ഇല്ലെങ്കിൽ നമ്മൾ പോലും അറിയില്ലായിരുന്നു ഈ രാത്രി മുഴുവൻ ഇവർ കഷ്ടപ്പെട്ട കാര്യം. പ്രിയപ്പെട്ടവരെ, മറ്റു പലരും അറിയുന്നതിനേക്കാൾ മുമ്പ്, അവർ ഇത് കാണുന്നതിനേക്കാൾ മുമ്പ്, പുറത്തുള്ളവരുടെ ഇടയിലേക്ക് ഇത് സ്പ്രെഡാകുന്നതിനേക്കാൾ മുമ്പ് കർത്താവ് ഈ കാര്യം കൈകാര്യം ചെയ്തു. ഇത് ഇന്ന് അത്രയേ പറയാനുള്ളൂ. ഇപ്പോൾ നിൻ്റെ ഈ വിഷയം, നിൻ്റെ കുഞ്ഞിൻ്റെ വിഷയം, നീ എങ്ങും എത്താതെ പോയ വിഷയം, നീ തോറ്റ വിഷയം, നീ കഷ്ടപ്പെട്ടിട്ടും കൂലി കിട്ടാതെ പോയ വിഷയം, നീ കഠിനാധ്വാനം ചെയ്തിട്ടും ഒന്നും നടക്കാതെ പോയ വിഷയം, നീ പരീക്ഷ എഴുതിയിട്ടും എന്തോ പരാജയപ്പെട്ട വിഷയം, ഇത് ഒരു ഇന്നർ സർക്കിളിന് മാത്രമേ അറിയുള്ളൂ. ഇതൊരു ഔട്ടറിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് കർത്താവ് പരിഹരിച്ചോളും കേട്ടോ. അതങ്ങനെ അങ്ങ് വിശ്വസിക്കുക, അതിനായിട്ട് ഏറ്റെടുക്കുക. ബാക്കി ഈ വചനത്തിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന കർത്താവ് നിങ്ങൾക്ക് ചെയ്തു തരട്ടെ. ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ കരുതലിനും കാവലിനുമായി സ്തോത്രം. നാഥ, ആരൊക്കെയോ ഏതൊക്കെയോ വിഷയത്തിൽ ഒരുപാട് പരിശ്രമിച്ചിട്ടും ഒന്നുമാകട്ടില്ല. പണം മുടക്കി പരിശ്രമങ്ങൾ നടത്തി. അതിന്ന് ഉള്ളിലെ ചില ആളുകൾ മാത്രം, 10-12 പേര് മാത്രമേ തമ്മിൽ അറിഞ്ഞിട്ടുള്ളൂ. പുറത്തേക്ക് ആരും അറിഞ്ഞിട്ടില്ല. ഞങ്ങളിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, പുറം ലോകം അറിയുന്നതിനേക്കാൾ മുമ്പ്, സൂര്യൻ ഉദിച്ചു വരുന്നതിനേക്കാൾ മുമ്പ്, ആളുകളെ തമ്മിൽ തിരിച്ചറിയുന്നതിനേക്കാൾ മുമ്പ്, ഈ സമുദ്രത്തിലേക്ക്, ഈ തടാകത്തിലേക്ക് ആളുകൾ പടകുമായി വരുന്നതിനേക്കാൾ മുമ്പ് കാര്യം പരിഹരിച്ച് അക്കരെ എത്തിക്കുന്ന നാഥ, ഇന്ന് ഈ കാര്യത്തെ ഈ വിധത്തിൽ ചിന്തിച്ച് പ്രാർത്ഥിക്കുക. അധികം പേരറിയാതെ, മറ്റുള്ളവർക്ക് ചർച്ച ചെയ്യാൻ വിട്ടുകൊടുക്കാതെ കാര്യം തീർത്ത് അക്കരെ എത്തിക്കണേ. ഈ ദൂത് ആർക്കൊക്കെ ഉള്ളതാണോ അവരത് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. അത് അനുഗ്രഹമാക്കി കൊടുക്കണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവേ.